ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മഹേഷിനെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചീത്ത പറയുവാണ്. നിനക്ക് ആ ചിട്ടി പിടിച്ച് ആ ലോൺ അടച്ചിരുന്നെങ്കിൽ, ആൻ്റണിയുടെ പൈസ കൊടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നം വല്ലതും ഉണ്ടാകുമായിരുന്നു. സച്ചി ഇപ്പോൾ ഇടിച്ചിരിക്കുന്നത് ആൻ്റണിയെയാണ്. ഇത് വലിയ പ്രശ്നമാകും എന്നൊക്കെ കൂട്ടുകാർ മഹേഷിനെ ചീത്ത പറയുവാണ്. ഇതൊക്കെ കേട്ട് സച്ചിയും നിപ്പുണ്ട്. അപ്പോൾ മഹേഷ് പറയും, ആൻ്റണിയെ തല്ലിയതിൽ എനിക്കൊരു കുഴപ്പമില്ല, പക്ഷേ അവൻ ആ ശരത്തിനെ തല്ലിയതിലാണ് എനിക്ക് സങ്കടം. ഇത് വലിയ പ്രശ്നമാവും, എനിക്കതോർത്തിട്ട് ആ സങ്കടം എന്നാണ് മഹേഷ് പറയുന്നത്. എന്നിട്ട് മഹേഷ് സച്ചിയോട് പറയും, എന്തിനാ നീ ആ പാവം ചെക്കൻ്റെ കൈ പിടിച്ചൊടിച്ചത്? അവൻ കൈയൊടിച്ചത് സച്ചിയേട്ടനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും, രേവതിക്കൊക്കെ അത് താങ്ങാൻ പറ്റില്ല എന്നൊക്കെ മഹേഷ് പറയുവാണ്. അപ്പോൾ സച്ചി പറയും, പിന്നെ പാവൻ ചക്കൻ, ആൻ്റണിയെ ഞാൻ തല്ലിയത് അവൻ നിന്നെ തല്ലിയത് കൊണ്ടാണ്, പക്ഷെ ശരത്തിനെ ഞാൻ തല്ലിയത് അതുകൊണ്ടൊന്നുമല്ല. അപ്പോൾ പറയും, അതെന്താടാ നീ ശരത്തിനെ തല്ലിയത്, വേറെ കാരണം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, ഉണ്ട്, അവൻ ചെയ്ത പ്രവർത്തിക്ക് അവൻ്റെ 2 കൈയും കൂടി ഒടിക്കണമായിരുന്നു എന്ന് പറഞ്ഞ് മഹേഷിന് ആ വീഡിയോ കാണിച്ചു കൊടുക്കുവാണ്. മഹേഷ് വീഡിയോ കണ്ട് ഞെട്ടും. എടാ, ഇവൻ ഞാൻ പാവം പയ്യനാണെന്നാണ് വിചാരിച്ചിരുന്നത്, ഇത് പഴയ വീഡിയോ അല്ലേ, അമ്മയുടെ അപ്പോൾ പണം മോഷ്ടിച്ചത് ശരത്തായിരുന്നു, എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അപ്പോൾ സച്ചി നടന്ന കഥയൊക്കെ പറയും. ഞാൻ ഫോട്ടോ ഫ്രെയിം ചെയ്യിക്കാൻ വേണ്ടി സ്റ്റുഡിയോയിൽ പോയപ്പോൾ ആ ഫോട്ടോയിൽ അമ്മയെ കണ്ടപ്പോൾ സ്റ്റുഡിയോക്കാരനാണ് എനിക്ക് ഈ വീഡിയോ കാണിച്ചു തന്നത്. കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അവനെ കാണാൻ ഞാൻ വീട്ടിൽ പോയപ്പോൾ അവനവിടെ ഇല്ലായിരുന്നു. അവൻ്റെ അമ്മ അവനിൽ വളരെ പ്രതീക്ഷയൊക്കെ വെച്ചിട്ടാണ് അവിടെ ജീവിക്കുന്നത് തന്നെ. എനിക്കാണെങ്കിൽ, എന്നിട്ട് ഞാൻ അവനെ കാണാൻ വേണ്ടി കോളേജിലും പോയി. അവനാണെങ്കിൽ കോളേജിലും കയറാറില്ല, 2 ആഴ്ച അവൻ കോളേജിൽ വന്നിട്ടാണ് ഫ്രണ്ട്സൊക്കെ പറയുന്നത്. ആ ടൈമിലാണ് അവൻ ഇവിടെ വന്ന് ആൻ്റണിയുടെ കൂടെ നിന്നോട് പ്രശ്നം ഉണ്ടാക്കുന്നത് കണ്ടത്. അതാണ് ഞാൻ അവൻ്റെ ആ ദേഷ്യത്തിൽ എല്ലാ ദേഷ്യവും കൂടി ചേർത്താൻ ഞാൻ അവനെ കൊടുത്തതെന്നൊക്കെ സച്ചി പറയുവാണ്. അപ്പോൾ മഹേഷ് പറയും, എടാ നീ ഈ വീഡിയോ എന്തായാലും രേവതിനെ കാണിക്കണം, സത്യങ്ങൾ അവൾക്ക് ബോധ്യപ്പെടട്ടെ എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയും, വേണ്ടടാ, അത് ശരിയാവില്ല. കാരണം പണ്ട് ഇവൻ എൻ്റെ ബൈക്ക് മോഷ്ടിച്ചിട്ടുണ്ട്, അത് കാരണം അവൻ്റെ അച്ഛൻ ജയിലിലും കിടന്നിട്ടുണ്ട്. ആ വിഷമം താങ്ങാൻ വയ്യാതെയാണ് അവൻ്റെ അച്ഛൻ മരിച്ചത്. ഇനിയിപ്പോൾ ഇതും കൂടി രേവതിയെ കാണിച്ചാൽ അത് രേവതിക്കും വീട്ടുകാർക്കും എല്ലാവർക്കും വിഷമാവും. വീണ്ടും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതെനിക്കും താങ്ങാൻ പറ്റില്ലടാ. ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ ആ സ്റ്റുഡിയോക്കാരനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ കയ്യിൽ നിന്നും ഡിലീറ്റ് ചെയ്യാൻ പോകുവാണെന്ന് സച്ചി പറയുവാണ്. അപ്പോൾ മഹേഷ് തടയും, എടാ നീ ഡിലീറ്റ് ചെയ്യരുത്, കാരണം നാളെ ഒരു സമയത്ത് ശരത്ത് പറയും, ഞങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, എന്ത് തെളിവാ ഉള്ളതെന്നൊക്കെ ചോദിച്ചാൽ നിനക്ക് കാണിക്കാൻ ഒരു തെളിവ് വേണം, ആരെങ്കിലുമൊക്കെ നിന്നെയും വിശ്വസിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് സച്ചിയെ തടയുവാണ്. അപ്പോൾ സച്ചി ആലോചിക്കുന്നുണ്ട്, ശരിയാണ് അവൻ പറഞ്ഞത്, അപ്പോൾ കളയണ്ട, നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് നിനക്ക് തന്നെ ഉപകരിക്കും എന്നൊക്കെ മഹേഷ് പറയുമ്പോൾ സച്ചി അത് സമ്മതിച്ചും കൊടുക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രേവതിയാണ്. രേവതി സച്ചിയെ ഫോൺ ചെയ്ത് പറയുവാണ് ശരത്തിന് ആക്സിഡൻറ്റ് പറ്റിയ കാര്യം. സച്ചിയേട്ടാ, എളുപ്പം ഇങ്ങോട്ട് വരണം, ശരത്തിന് ആക്സിഡൻറ്റ് പറ്റി, അവൻ ബൈക്കിൽ നിന്നും വീണ് കൈ അനങ്ങാൻ പോലും പറ്റുന്നില്ല, സച്ചിയേട്ടൻ വരണം എന്ന് പറയുമ്പോൾ സച്ചി ദേഷ്യപ്പെടുക. അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, നിങ്ങൾ അവൻ്റെ ഇഷ്ടത്തിന് വിട്ടിട്ടല്ലേ അവന് ഓരോ അപകടമൊക്കെ വരുന്നത്, അവൻ അനുഭവിക്കട്ടെ, അവൻ പഠിക്കട്ടെ എന്നൊക്കെയാണ് സച്ചി പറയുന്നത്. ഇത് കേട്ട് രേവതി പറയും, സച്ചിയേട്ടാ ഒന്ന് വാ, എന്തിനാണ്, പ്ലീസ്, എൻ്റെ അനിയനല്ലേ എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയും, എനിക്കൊരു ട്രിപ്പുണ്ട്, എനിക്ക് എന്തായാലും ഇപ്പോൾ വരാൻ പറ്റില്ല, അവൻ എന്തായാലും അവൻ്റെ കയ്യിലിരിപ്പിന് അവന് കിട്ടിയ ശിക്ഷയാണെന്നൊക്കെ സച്ചി പറയുമ്പോൾ രേവതി പറയും, ഒരു അന്യൻ അപകടം പറ്റിയ പോലെയാണ് സച്ചിയേട്ടൻ ഇപ്പോൾ സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ സച്ചിക്ക് ഒന്നുകൂടെ ദേഷ്യം വരും. ഞാൻ എന്ത് ചെയ്യണം, ഇപ്പോൾ നെഞ്ചത്തടിച്ചിട്ട് കരയണോ എന്ന് പറഞ്ഞ് ചൂടാകുവാണ്. എന്നിട്ട് സച്ചി ഫോൺ കട്ട് ചെയ്തും കളയും. രേവതിയാണെങ്കിൽ സച്ചിയേട്ടൻ എന്താ ഇങ്ങനെ പറയുന്നതൊക്കെ ഓർത്തിട്ട് വിഷമിച്ചിരിക്കുകയാണ്. കാരണം ഈ വിവരം പറഞ്ഞാൽ സച്ചി ഓടി വരും എന്നാണ് രേവതി വിചാരിച്ചത്, പക്ഷെ നേരെ ഓപ്പോസിറ്റാണ് സംഭവിച്ചത്. പിന്നെ കാണിക്കുന്നത് ശരത്തിനെയും അമ്മയും അനിയത്തിയൊക്കെയാണ്. രേവതി വന്നിട്ട് പറയും, സച്ചിയേട്ടനെ വിളിച്ച് പറഞ്ഞു, അമ്മേ ഇവനെ അഡ്മിറ്റ് ചെയ്യുമെന്ന് ഓർത്തില്ല, കയ്യിൽ ബാൻഡേഡ് കെട്ടി വിടും എന്നാണ് ഞാൻ ഓർത്തത്. അപ്പോൾ അമ്മ പറയും, നിസ്സാര പരിക്കല്ല മോളെ, അവൻ എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്, അതാണ് അഡ്മിറ്റ് ആക്കിയെന്നൊക്കെ അമ്മ വളരെ സങ്കടത്തോടെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അനിയത്തി ചോദിക്കും, ചേച്ചി സച്ചിയേട്ടൻ ഇപ്പോൾ വരുമോ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയും, ഇല്ല, സച്ചിയേട്ടൻ ഇപ്പോൾ വരില്ല, സച്ചിയേട്ടൻ ഒരു ദൂരെ ഓട്ടം പോയിരിക്കുവാന്ന് പറയുമ്പോൾ അനിയത്തി പറയും, ഇങ്ങനൊരു വിവരം പറഞ്ഞാൽ സച്ചിയേട്ടൻ ഓടി വരേണ്ട ാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ രേവതി പറയും, ഇല്ല, കുറച്ച് ദൂരെയാണ്, അതുകൊണ്ട് സച്ചിക്ക് വരാൻ പറ്റില്ല. അപ്പോൾ ശരത്തിന് സമാധാനമാവും കേട്ടോ, കാരണം സത്യമൊന്നും സച്ചി പറഞ്ഞിട്ടില്ല എന്ന് ശരത്തിന് മനസ്സിലായി. അമ്മ പറയും, ട്രിപ്പൊന്നും കളഞ്ഞിട്ട് ഏതായാലും സച്ചി വരണ്ട, അവൻ്റെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വരട്ടെ എന്ന് അമ്മ പറയുവാണ്. അപ്പോൾ ശരത്ത് ചോദിക്കും, ചേച്ചി സച്ചിയേട്ടൻ വേറെ വല്ലതും പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവനെ സംശയം, ഇനി സത്യങ്ങളൊക്കെ രേവതിയോട് പറഞ്ഞു എന്ന്. അപ്പോൾ രേവതി പറയും, ഇല്ല, എന്തു പറയാൻ. അപ്പോൾ ശരത്ത് പറയും, ഇല്ല, ബൈക്കിൽ നിന്നും വീണപ്പോൾ എന്നെ ചീത്ത ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയും, ഇല്ല, ഒന്നും പറഞ്ഞില്ല, ഞാൻ പൂക്കട പൂട്ടാതെയാണ് വന്നത് അമ്മേ, ഞാൻ പൂട്ടിയിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞ് രേവതി പോകുവാണ്.
രേവതി വീട്ടിൽ ചെല്ലുമ്പോഴേക്കും അച്ഛൻ ചോദിക്കും എങ്ങനെയുണ്ട് മോളെ ഇപ്പോൾ അനിയനെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയും കൈക്കാണച്ച പരിക്ക്, ബൈക്കിൽ നിന്നും വീണത് അവനെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കും അതിനവന് ബൈക്കൊക്കെ ഉണ്ടോ? അപ്പോൾ രേവതി പറയും ഇല്ല, ഫ്രണ്ടിൻ്റെ ബൈക്ക് എടുത്ത് പോയതാ, അപ്പോൾ അങ്ങനെ ആക്സിഡൻറ്റ് ഉണ്ടായെന്നൊക്കെ പറയുമ്പോൾ സുധി കളിയാക്കും. ഫ്രണ്ടിൻ്റെ ബൈക്കാണോ അതോ എവിടെന്നെങ്കിലും മോഷ്ടിച്ച ബൈക്കാണോ എന്ന് ചോദിക്കും. അപ്പോൾ അച്ഛൻ ചീത്ത പറയും എടാ മിണ്ടാണ്ടിരിക്കടാ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും അവൻ പറഞ്ഞതിൽ എന്താ തെറ്റ്, പണ്ട് ഇതുപോലെ അവനൊരു ബൈക്ക് മോഷ്ടിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ എവിടെന്നെങ്കിലും ഒരു ബൈക്ക് മോഷ്ടിച്ച് പോയപ്പോൾ പോലീസ് കൈ കാണിച്ച് അവനപ്പോൾ നിർത്താതെ പോയിട്ടുണ്ടാവും, അങ്ങനെ ഉണ്ടായ ആക്സിഡൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ് ചന്ദ്ര കളിയാക്കുവാണ് രേവതിയെ. അപ്പോൾ രേവതി പറയും ഇപ്പോൾ അവൻ അങ്ങനത്തെ ശീലങ്ങളൊന്നുമില്ല, ഇപ്പം അവൻ നന്നായി പഠിക്കുന്നുണ്ട്, പാർട്ട് ടൈം ആയിട്ട് ജോലിക്കും പോകുന്നുണ്ട്, അല്ലാണ്ട് അവന് അങ്ങനത്തെ ചീത്ത സ്വഭാവങ്ങളൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ രവി പറയും മോളെ ആശുപത്രിയിലെ ചെലവിന് കാശൊക്കെ വേണമെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര ചീത്ത പറയും നിങ്ങൾ എന്തിനാ അവൾക്ക് കാശൊക്കെ കൊടുക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ രേവതി പറയും വേണ്ടച്ച കാശൊന്നും വേണ്ടാന്ന്. അപ്പോൾ സുധി പറയുവാണ് ഓ അവക്കിപ്പോൾ പൂക്കടയിൽ നിന്നും നല്ല വരുമാനമൊക്കെ ഇല്ലേ, പിന്നെ അച്ഛൻ്റെ കാശ് എന്തിനാ, പോരാത്തതിന് അനിയൻ പാർട്ട് ടൈം ആയിട്ട് ജോലിക്കും പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുവാണ്. അപ്പോൾ ശ്രീകാന്തും വർഷയും അവിടെ വന്നിട്ട് അനിയൻ്റെ വിശേഷം ചോദിക്കും. ഈ ടൈമിലാണ് സച്ചിയെ രേവതി കാണുന്നത്. സച്ചി ട്രിപ്പിന് പോയിരിക്കുവാണെന്നാണല്ലോ സച്ചി രേവതിയോട് പറഞ്ഞത്. സച്ചി അവിടെ കാണുന്നതും രേവതിക്ക് നല്ല ദേഷ്യം വരും. സച്ചിയുടെ ട്രിപ്പ് പോയിരിക്കുവാന്ന് പറഞ്ഞിട്ട് സച്ചിയേട്ടൻ ഇതെന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും അത് പിന്നെ എനിക്ക് അത്രയും ദൂരം ട്രിപ്പ് പോകേണ്ടി വന്നില്ല, അതിനു മുമ്പേ നിർത്തി പോരേണ്ടി വന്നു എന്നൊക്കെ സച്ചി തപ്പിത്തടഞ്ഞ് കള്ളമൊക്കെ പറയും. അപ്പോൾ രേവതി പറയും ട്രിപ്പ് ക്യാൻസൽ ആയെങ്കിൽ എന്നാൽ പിന്നെ ഹോസ്പിറ്റലിൽ വന്നൂടെ, സച്ചിയേട്ടൻ എന്താ ഹോസ്പിറ്റലിൽ വരാത്തെന്ന് പറഞ്ഞ് ചീത്ത പറയും. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ചന്ദ്രക്കും സുധിക്കൊക്കെ നല്ല സന്തോഷമാവേ. അപ്പോൾ സുധി ചോദിക്കും അമ്മേ ഇവൻ ആ ഭാര്യ വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഓടിപ്പോകുന്നതാണല്ലോ, ഇതെന്താ പോവാത്തെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയും അതാ എനിക്കും മനസ്സിലാവാത്തെ, കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്, രേവതിയും സച്ചിയും കൂടി അപ്പോൾ അച്ഛൻ ചോദിക്കും എന്താ സച്ചി നീ പോയില്ലേ, ഞാനോർത്ത് നീ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നതായിരിക്കുമെന്ന്. ഇവൻ വന്നപാടെ അങ്ങോട്ടേക്ക് മുറിയിലോട്ടും പോയി, അതുകൊണ്ടൊന്നും ചോദിക്കാനും പറ്റിയില്ല എന്ന് പറയും. അപ്പോൾ രേവതി ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്താ സച്ചിയേട്ടാ ഹോസ്പിറ്റലിലോട്ട് വരാത്തെ, കാര്യം പറയാമെന്ന് പറയുമ്പോൾ സച്ചിയേട്ടൻ പറയും അതിനിപ്പോൾ ഞാൻ എന്തിനാ വരുന്നത്, ആരെങ്കിലുമൊക്കെ തൊട്ടാൽ ശരിയാവുന്ന ആൾക്കാരുണ്ട്, അതുപോലെ ഞാൻ വന്ന് തൊട്ടാൽ നിൻ്റെ അനിയൻ എഴുന്നേറ്റ് നടക്കുമോ, ഇല്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ വരുന്നതെന്നൊക്കെ പറഞ്ഞ് സച്ചി ചൂടാകുവാണ്. ഇത് കേട്ട് രേവതിക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. രേവതിക്ക് കണ്ണൊക്കെ നിറയും. അച്ഛനോട് പറയും അച്ഛാ ഈ സച്ചിയേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, എൻ്റെ അനിയനല്ലേ ഈ അപകടം പറ്റിയത്, പിന്നെ സച്ചിയേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതൊക്കെ ചോദിക്കുമ്പോൾ അച്ഛനും ഞെട്ടിരിക്കുവാണ്, കാരണം സച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ കേട്ടിട്ട്. ഏതായാലും ചന്ദ്രക്കും സുധിക്കും ശ്രുതിക്കൊക്കെ നല്ല സന്തോഷമായിട്ടുണ്ട്. അച്ഛൻ പറയും എടാ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് നിൻ്റെ അനിയൻ തന്നെയല്ലേടാ, നീ എന്താ നിനക്കൊന്ന് പോയി കണ്ടാൽ എന്താന്ന് ചോദിക്കുമ്പോൾ സച്ചി പിന്നെയും ചൂടാകുവാണ്. അച്ഛൻ അവൻ്റെ കയ്യിലിരിപ്പിനാണ് അവൻ ആക്സിഡൻറ്റ് പറ്റിയത്, പഠിക്കാൻ പോയാൽ പഠിക്കണം, അല്ലാതെ ഇങ്ങനെ ബൈക്കിൽ കറങ്ങി നടന്നാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ രേവതി അനിയനെ ന്യായീകരിക്കുന്നുണ്ട്. അവനിപ്പോൾ പഠിക്കണമൊക്കെ ഉണ്ട്, അല്ലാണ്ട് ഇങ്ങനെ കറങ്ങി നടക്കുമെന്നല്ല എന്നൊക്കെ പറയാൻ രേവതി സപ്പോർട്ട് ചെയ്യുമ്പോൾ സച്ചി പിന്നെയും ചീത്ത പറയുന്നുണ്ട്. അവൻ എന്താ ചെയ്തതെന്ന് നിനക്ക് അറിയുമെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി അച്ഛനൊക്കെ ഞെട്ടുന്നുണ്ട്. അപ്പോൾ രേവതി ചോദിക്കും എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ സച്ചിക്ക് എല്ലാവരും ഉണ്ടല്ലോ പറയാനൊരു പേടി, കാരണം പിന്നെ അതും പറഞ്ഞായിരിക്കും രേവതി അമ്മയൊക്കെ കുറ്റപ്പെടുത്തുന്നത്, അതുകൊണ്ട് സച്ചി ഒന്നും മിണ്ടുന്നില്ല. രേവതി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ സച്ചിയായിട്ട് അവൻ ചെയ്തത് എന്താന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ, പിന്നെ സച്ചി അങ്ങനെ പറഞ്ഞ് നിർത്തുവാണ്. എല്ലാവരും എന്തായാലും ഞെട്ടി നിൽക്കുവാണ്. സച്ചിയുടെ ഈ മാറ്റത്തിന് പിന്നിലെ കാരണം അറിയാൻ കാത്തിരിക്കുവാണ് എല്ലാവരും. എന്തായാലും വരും എപ്പിസോഡിൽ അത് സച്ചി പറയൂ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നന്ദി.